ആലപ്പുഴയിലെ പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കയിൽ ദേവകി അമ്മയ്ക്ക് പത്മശ്രീ. കുറുമ്പ ഗോത്രവിഭാഗത്തിലെ ചിത്രകാരൻ നീലഗിരി സ്വദേശി ആർ കൃഷ്ണന് മരണാനന്തര ബഹുമതിയായി പത്മശ്രീ. അൺസങ് ഹീറോ വിഭാഗത്തിൽ 45 പേർക്ക് അവാർഡ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതീവ സുരക്ഷ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലോകോത്തര നിലവാരമുള്ളതാകണമെന്നും മികവായിരിക്കണം മാനദണ്ഡമെന്നും വ്യവസായികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ 10 വർഷത്തെ സ്റ്റാർട്ടപ്പ് യാത്രയിൽ മൻ കി ബാത്തിൽ യുവാക്കൾക്ക് അഭിനന്ദനം. ഇന്ത്യയിലെ പുതിയ തലമുറയ്ക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുമെന്ന് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറിൽ പ്രതീക്ഷ പങ്കുവച്ച് പ്രധാനമന്ത്രി. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ട് തേടി ആരോഗ്യവകുപ്പ്. കൊല്ലങ്കോണം സ്വദേശി ബിസ്മീർ ശ്വാസമെടുക്കാൻ കഴിയാതെ ആശുപത്രിയുടെ വരാന്തയിൽ കാത്തുനിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആശുപത്രിയുടെ വാതിൽ അടച്ചിരിക്കുകയായിരുന്നുവെന്നും നിരവധി തവണ വിളിച്ചിട്ടും ഡോക്ടർ പുറത്തേക്ക് വന്നില്ല എന്നും ആരോപണം. വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. OPയും ശസ്ത്രക്രിയയും മുടങ്ങും. 27-ന് സൂചനാ സമരം. പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി വിവാദം കത്തുന്നു. വിവാദ വെളിപ്പെടുത്തലിലൂടെ CPMനെ പ്രതിസന്ധിയിലാക്കിയ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണനെതിരെ കടുത്ത നടപടിയെന്ന് സൂചന. ദേവികുളം മുൻ MLA S രാജേന്ദ്രനെതിരെ ഭീഷണിയുമായി എം.എം. രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണമെന്നും പണ്ട് ചെയ്യാൻ മടിച്ചതൊന്നും തങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നും മണി. പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വെല്ലുവിളിച്ചാൽ M.M. ആണെങ്കിലും തല്ലിക്കൊല്ലണമെന്ന് പ്രസംഗം.